ദുബായ് എമിറേറ്റിൽ നിങ്ങൾ വില്ലകളിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോം ഗാർഡൻ, ഔട്ട്ഡോർ ഗാർഡൻ ഉണ്ടെങ്കിൽ ദുബായ് മുനിസിപ്പാലിറ്റി ഒരുക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രൈസ് മണിയൊക്കെ കിട്ടുന്ന ഒരു കോമ്പറ്റീഷന്റെ ഭാഗമാകാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇന്നോവേറ്റീവ് സസ്റ്റൈനബിൾ ഹോം ഗാർഡൻ കോമ്പറ്റീഷനാണ് വീണ്ടും ദുബായ് മുനിസിപ്പാലിറ്റി ദുബായ് റെസിഡൻസിനായിട്ട് ഒരുക്കുന്നത്. നിങ്ങൾ വില്ല ഓൺ ചെയ്യുന്നവരാണെങ്കിലും ഇനി റെന്റിനാണ് താമസിക്കുന്നതെങ്കിലും ഒരൊറ്റ ഉപാധി മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഡോർ ഗാർഡൻ ഉണ്ടായിരിക്കണം. അത് ക്ലൈമറ്റിക് ഫ്രണ്ട്ലി ആയിരിക്കണം, വാട്ടർ കൺസർവേഷന് ഉറപ്പാക്കുന്നതായിരിക്കണം, റിന്യൂവബിൾ എനർജി ഉപയോഗം ഏറെക്കുറെ ഉറപ്പാക്കിയാൽ വളരെ സന്തോഷം. ഡിസൈനിന്റെ കാര്യത്തിൽ ഇന്നോവേറ്റീവ് ഡിസൈൻ ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കോമ്പറ്റീഷനിൽ പങ്കെടുക്കാം. വിവിധ കാറ്റഗറികളിലായിട്ട് 3 ലക്ഷം ദിർഹത്തോളാണ് ഇതിന്റെ പ്രൈസ് മണി. കഴിഞ്ഞ വർഷവും ഈ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇൻഡോർ ഗാർഡൻസും റൂഫ് ടോപ്പ് ഗാർഡൻസും ഒന്നും ഇതിൽ എൻട്രികൾ നമുക്ക് അയക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓൺലി ഔട്ട്ഡോർ ഗാർഡൻസ് ഉള്ളവർക്ക് മാത്രമേ എൻട്രികൾ അയക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങൾ ഇത് അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 21 വരെയാണ്. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഗാർഡൻസ് ഈ 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ജഡ്ജസ് വന്ന് സന്ദർശിക്കും. അതിനുശേഷം 2026 മാർച്ചിൽ ഒരു വലിയ ചടങ്ങിൽ വിന്നറിനെ പ്രഖ്യാപിക്കുകയും ചെയ്യും. 10 കാറ്റഗറികളിലായിട്ടാണ് 10ഓളം വിജയികളെ പ്രഖ്യാപിക്കുന്നത് എന്ന് മുനിസിപ്പാലിറ്റി തന്നെ അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാട്ടർ എഫിഷ്യൻസി, ബയോഡൈവേഴ്സിറ്റി, സോയിൽ ഹെൽത്ത്, മെയിൻ്റനൻസ്, സേഫ്റ്റി, ഇന്നോവേറ്റീവ് ഐഡിയാസ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലായിരിക്കും അവാർഡുകൾ പ്രഖ്യാപിക്കുക. ഡിസംബർ 21 നിങ്ങൾക്ക് എൻട്രികൾ അയക്കാനുള്ള അവസാന തീയതി. അപ്പോൾ അത് മറക്കണ്ട. മോസ്റ്റ് ബ്യൂട്ടിഫുൾ സസ്റ്റൈനബിൾ ഹോം ഗാർഡൻ കോമ്പറ്റീഷനാണ് വീണ്ടും ദുബായ് മുനിസിപ്പാലിറ്റി ഒരുക്കുന്നത്. കഴിഞ്ഞ വർഷം 200-ലധികം പേര് പങ്കെടുത്തിരുന്നു. ഇത്തവണ അതിലും കൂടുതലും പാർട്ടിസിപ്പൻസ് ഉണ്ടാവുമെന്നാണ് മുനിസിപ്പാലിറ്റി കരുതുന്നത്.